അടുത്ത അതിഥിയും ഒരു സ്പോർട്സ് താരമാണ്. അത്ലറ്റിക്സിൽ നിരവധി ട്രാക്ക് റെക്കോർഡുകളുള്ള അർജുൻ അവാർഡ് ജേതാവായ ശ്രീമതി പത്മിനി തോമസ് ആണ് നമ്മുടെ അടുത്ത അതിഥി. സാറിന് സ്പോർട്സ് രംഗത്തുള്ള ഒരുപാട് പേരുമായിട്ട് വളരെ നല്ല അടുപ്പമുണ്ട് അല്ലേ? ഞാൻ ഇവിടുത്തെ അമച്വർ അത്ലറ്റിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു 2 ടേംസ്. ഏകദേശം 6 വർഷം ഉണ്ട്. അന്ന് ഇവരൊക്കെ അറിയപ്പെടുന്ന താരങ്ങളാണ്. പത്മിനി എങ്ങനെയാണ് സാറുമായിട്ട് മീറ്റ് ചെയ്യുന്നത്? സാറിന് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അടുപ്പമാവുന്നത്? ഞാൻ ആദ്യമായിട്ട് ഈ തിരുവനന്തപുരത്ത് സ്പോർട്സിന് വരുന്നത് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ അലക്സ് മെമ്മോറിയൽ മീറ്റുണ്ട്. അന്ന് ഓൾ ഇന്ത്യ മീറ്റാണത്. അപ്പോൾ ഞാൻ അൽഫോൺസ കോളേജിൽ ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് സാറാണ് ഉദ്ഘാടനത്തിന് ഉണ്ടായിരുന്നത്. അപ്പം അന്നൊന്നും പരിചയപ്പെട്ടിട്ടില്ല. വളരെ ആദരപൂർവ്വം സാറിനെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ജോലി കിട്ടി തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ ഞങ്ങൾ ഈ കായിക താരങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മീറ്റിനൊക്കെ പോകുന്ന സമയത്ത് പരസ്പരം ഇപ്പം ഞാനാണെങ്കിൽ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളും വല്ലതും ഉണ്ടോ ഇതൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ പോലീസിലെ കായിക താരങ്ങൾ ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ കാണും. അപ്പോൾ അവർ സാറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ അത് വളരെ ആദരവോടുകൂടിയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സാറുള്ളത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളൊക്കെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളൊക്കെ പറയാറുണ്ടല്ലോ ഇങ്ങനെ വലിയ പ്രോത്സാഹനം സാറ് തരുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ എപ്പോഴെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യണമെന്ന് തോന്നിയിരുന്നോ? ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോലി ചെയ്യണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ സമയത്ത് എന്നെ ഉഷയും മത്സമ്മയൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വിളിച്ച് ഡയറക്റ്റ് സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ തരാമെന്ന് പറഞ്ഞു. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് എനിക്ക് ഈ ഡെഡ് ബോഡിയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മരിച്ചിടത്തൊക്കെ പോയി നിൽക്കേണ്ടി വരും, തന്നെയൊക്കെ നിൽക്കേണ്ടി വരും, ഈ പ്രേതത്തെയൊക്കെ ഒന്ന് പേടിയാണ്. അങ്ങനെയൊക്കെയുള്ള വിശ്വാസമൊക്കെ ഉള്ളപ്പോൾ പിന്നെ ഞാനതെല്ലാം അങ്ങോട്ട് പോയില്ല. സാറ് പറയായിരുന്നു റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതുപോലെ ഒരുപാട് സ്പീഡിൽ ഓടുന്ന ആളുകൾ ഒരുപാടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റെയിൽവേ. എന്നാലും റെയിൽവേ മാത്രം എന്താണ് ഇത്ര സ്ലോ ആയിട്ട്? ട്രെയിൻ വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലില്ല, ശതാബ്ദി എക്സ്പ്രസും രാജധാനി എക്സ്പ്രസും ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അത് മറ്റുള്ള ഒരുപാട് ട്രെയിനുകൾ സ്ലോ ആയിട്ട് ഓടുന്നതുകൊണ്ട് തോന്നുന്നതാണ്. എല്ലാ ട്രെയിനുകളും ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. സ്ലോ ആയിട്ട് പോകുന്ന പാസഞ്ചേഴ്സിന് ഡേ ടു ഡേ വർക്കിനൊക്കെ പോകുന്നവർക്ക് വരാൻ പറ്റുള്ളൂ. ഈ പ്ലേറ്റോ ഒരിക്കൽ പറഞ്ഞു, അൺടിൽ ഫിലോസഫേഴ്സ് ബിക്കം കിങ്സ് ദർ ഷൽ ബി നോ പീസ് ഇൻ ദ വേൾഡ്. ഈ ഭരണാധികാരികൾ, അതായത് രാജാക്കൾ എന്ന് പറയുന്നത് ഭരണാധികാരികളെ ഉദ്ദേശിച്ചു. ഭരണാധികാരികൾ തത്വജ്ഞാനികളാകാത്തിടത്തോളം കാലം ഭൂമിയിൽ സമാധാനം ഉണ്ടാകുകയില്ല. എനിക്കത് സ്വല്പം ഭേദഗതി ചെയ്ത് ഞാൻ പലപ്പോഴും പറയാൻ തോന്നിയിട്ടുള്ളത്, unless policemen become sportsmen there shall be no peace in this world എന്നാണ്. പോലീസുകാരും കുറച്ച് തത്വജ്ഞാനികളാകണം. അതിന് ഏറ്റവും പറ്റിയത് സ്പോർട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ആ ഒരു ഈ സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ വിന്നിങ് വിതൗട്ട് ലൂസിങ് യുവർ ഹെഡ് ആൻഡ് ലൂസിങ് വിതൗട്ട് ലൂസിങ് യുവർ ഹാർട്ട് എന്നാണ്. അപ്പം ജയിക്കുമ്പം അത് തലക്കനം വരാതെയും തോക്കുമ്പോൾ മനസ്സ് മടിക്കാതെ ഇരിക്കുന്നതാണ് സ്പോർട്സ്മാൻഷിപ്പ്. അതാണ് ഏത് പ്രൊഫഷനിലും മികവ് വരുത്താൻ കഴിയുന്ന ഒരു ക്വാളിറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സ്പോർട്സ്മാൻ നമുക്ക് ഒരുപാടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സ്പോർട്സ്മാൻമാരുണ്ട്. പക്ഷേ കലാകാരന്മാർ വളരെ കുറവാണല്ലോ സാർ. ഒരിക്കൽ മാത്രമാണ് ഈ തൃശ്ശൂർ ഒരു പോലീസ് ഓർക്കസ്ട്ര ഫോം ചെയ്തിരുന്നു. അന്ന് ഒരുപാട് ഗായകരും അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന എല്ലാ കലാകാരന്മാരും കൂടെ. കുറവൊന്നും അല്ലായിരുന്നു. കെ അസീസ് ഒരുപക്ഷെ കേട്ടിട്ടുണ്ട്, സിനിമ. പിന്നെ ജഗന്നാഥ വർമ്മ. പിന്നിപ്പം ഈ ഇപ്പോഴത്തെ ഒരു വലിയ താരമുണ്ടല്ലോ, പിന്നെ ബിജു മേനോൻ്റെ അച്ഛൻ എൻ്റെ സബ് ഇൻസ്പെക്ടറായിരുന്നു ബാലകൃഷ്ണൻ. അത് തന്നെയല്ല. ഞാനൊരു രസകരമായ ഒരു സംഭവം പറയാം. ഞാൻ ASP ആണ് ട്രെയിനിങ് ആയിട്ട് ഇവിടെ വരുമ്പോൾ ഒന്ന് ഈ കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിലാണ് പരിശീലന കാലം. അപ്പോൾ അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ആളുകളെല്ലാം അറിയുന്ന ഒരു സ്റ്റേജ് വന്നു. അപ്പോൾ അന്ന് കുറച്ച് കറുത്ത ഒരു മനുഷ്യൻ അവിടെ കയറി വന്നു. എന്നിട്ട് അയാൾ പരിചയപ്പെടുത്തി, ഞാൻ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറാണ്, ASI സബ് ഇൻസ്പെക്ടറാണ്, പക്ഷേ എനിക്ക് പോലീസിൽ റിസൈൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ റിസൈൻ ചെയ്യുന്നത്? അല്ല, എനിക്ക് അഭിനയത്തിൽ വലിയ താല്പര്യമാണ്, സിനിമയിൽ എനിക്കൊരു ചാൻസ് കിട്ടി, അപ്പോൾ അതിൽ നിന്നാൽ നല്ലതാണ് ഭാവിക്കെന്ന് പലരും പറഞ്ഞു.
അതുകൊണ്ട് ഇത് റിസൈൻ ചെയ്ത് വെച്ച് ഫുൾ ടൈം സിനിമയിലേക്ക് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് തോന്നുകയാണ് സിനിമ ഒരു വലിയ റിസ്ക്കാണ്. അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു പടം പൊളിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കരിയർ അവസാനിച്ചു പോകും. അതുകൊണ്ട് അതിന് പോകാതിരിക്കാൻ നല്ലത്. അവധിയെടുത്ത് പോയി അന്ന് അതിന് പോകുന്നത് തന്നെ കുറ്റമാണ്, ഗവൺമെൻറ് സർവീസ് കോൺട്രാക്ട് റൂൾസിന് വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് റിസൈൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അയാളുടെ പേരാണ് സത്യൻ. അപ്പോൾ എൻ്റെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ അയാൾ പോലീസിലെങ്ങാണെന്ന് അറിയിച്ച് പോകാനെ. നേരെ പറഞ്ഞ ഉപദേശം കേൾക്കാതെ പോയതുകൊണ്ട് വലിയ നമുക്ക് മലയാളികൾക്ക് നല്ലൊരു നടനെയും കിട്ടി. സാറാണ് ഈ നമ്മുടെ കേരളത്തിലെ ജി വി രാജ സ്പോർട്സ് സ്കൂള് ഡിവിഷനുകളൊക്കെ ഫോം ചെയ്യുന്നതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. കാര്യം ഇന്ന് ഈ കേരളത്തിലുള്ള പ്രശസ്തരായ ഒരുപാട് കായിക താരങ്ങളും ഈ സ്പോർട്സ് സ്കൂളും സ്പോർട്സ് ഡിവിഷൻ, ഞാൻ ഉൾപ്പെടെ ഞാൻ സ്പോർട്സ് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് എന്നെന്നും സ്മരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അത് മുമ്പോട്ട് പോകുന്നുണ്ട്. സാറിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഇങ്ങനെ കായിക താരങ്ങളെ ഏതെല്ലാം രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റും, അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു കാര്യമാണ് അത്. നന്ദി പത്മിനി തോമസ് വന്നതിനും ഈ അനുഭവങ്ങൾ പങ്കിട്ടു. താങ്ക് യു.